ഇത് കേസ്മാർട്ടിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ലൈസൻസി രജിസ്ട്രേഷൻ, അതായത് ഓർഗനൈസേഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. കേസ്മാർട്ടിൽ ബിൽഡിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈസൻസി മാത്രം കേസ്മാർട്ടിൽ അപ്ലൈ ചെയ്താൽ പോരാ, ക്ലയൻറ്റ് കൂടി കേസ്മാർട്ടിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതായത് കേസ്മാർട്ടിൽ ലോഗിൻ ചെയ്തിരിക്കണം. അതാണ് സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് മാത്രമല്ല, ഏതൊരു സിറ്റിസണും ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സേവനങ്ങൾ കേസ്മാർട്ടിൽ ലഭ്യമാണ്. ഇന്ന് സിറ്റിസൺ ലോഗിനാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ കേസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കേസ്മാർട്ട് LSTD വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ പേജ് വരും. അതിൽ രജിസ്റ്റർ, ലോഗിൻ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ രജിസ്റ്ററിൽ നമുക്ക് വേണ്ടത് സിറ്റിസൺ രജിസ്ട്രേഷനാണ്. സോ സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ വരും. അത് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. 2 രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിലാദ്യം രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ കാർഡ് 4 എണ്ണം ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആദ്യം ഇലക്ഷൻ കാർഡ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിൽ ഡോക്യുമെൻറ്റ് നമ്പറാണ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡോക്യുമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ PDF ഫോർമാറ്റിൽ 1 MB താഴെയുള്ള ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മൾ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഫോൺ നമ്പറിലേക്കായിരിക്കും OTP വരുന്നത്. അതുപോലെ നമ്മൾ ലോഗിൻ ചെയ്യുന്നതും ആ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്തായിരിക്കും. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ID തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഇമെയിൽ എന്നതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് OTP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. OTP നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഫോൺ നമ്പറിലേക്കായിരിക്കും വരുന്നത്. ആ OTP കൃത്യമായിട്ട് OTP എന്ന ആ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് രജിസ്റ്ററോ ലോഗിനോ ക്ലിക്ക് ചെയ്യുക. അതിൽ സിറ്റിസൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് പുതിയൊരു രജിസ്ട്രേഷനാണ് വേണ്ടത്. സോ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു. ഇംഗ്ലീഷോ മലയാളം നമുക്ക് ഡിക്ലറേഷൻ മാറ്റാം. അത് ടിക്ക് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോവുക. അതിൽ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്കായിരിക്കും OTP വരുന്നത്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP വരും. ആ OTP കൃത്യമായി OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് അവിടെ വരും. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കേസ്മാർട്ട് അക്കൗണ്ട് എന്ന വിൻഡോയിൽ മൊബൈൽ നമ്പർ ടു ലോഗിൻ, അതായത് ലോഗിൻ ചെയ്യാനുള്ള മൊബൈൽ നമ്പർ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ ആണെങ്കിൽ അത് തന്നെ കൊടുക്കാം. അതല്ല വേറെ നമ്പർ വേണമെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ഗെറ്റ് OTP ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ മൊബൈൽ നമ്പറിൽ വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ തൊട്ട് താഴെ ചോദിക്കുന്നത് വാട്സപ്പ് നമ്പറാണ്. രണ്ടും സെയിം തന്നെയാണെങ്കിൽ സെയിം നമ്പർ തന്നെ നമുക്ക് താഴെ വാട്സപ്പ് നമ്പറിൻ്റെ അവിടെയും കൊടുക്കാം. ഇനി അതല്ല വേറൊരു നമ്പറിലാണ് നമ്മുടെ വാട്സപ്പ് അവൈലബിൾ എങ്കിൽ ആ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൂടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അവിടെ മൈ പ്രൊഫൈലിൽ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതായിരിക്കും. നമുക്കത് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. രജിസ്റ്റർഡ് മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ മെയിൽ ID എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പേരും നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലോഗൗട്ട് ബട്ടണും ഉണ്ട്. ലോഗൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സിറ്റിസൺ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ്. കേസ്മാർട്ടിൻ്റെ അടുത്ത ട്യൂട്ടോറിയലുമായി അടുത്ത ആഴ്ച കാണാം.